കൊല്ലം കുളത്തുപുഴയിൽ ഫയർ സ്റ്റേഷൻ വേണമെന്നുള്ള ആവശ്യം ശക്തമാകുന്നു. വനത്താൽ ചുറ്റപ്പെട്ട പ്രദേശത്ത് ഇടയ്ക്കിടെ തീ പിടിക്കുന്നത് വലിയ നാശനഷ്ടങ്ങൾക്ക് കാരണമാകുന്നു. ഫയർ സ്റ്റേഷൻ വേണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ നിവേദനം നൽകിയിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. കാലങ്ങളായുള്ള കുളത്തുപുഴയിലെ ജനങ്ങളുടെ ആവശ്യമാണ് ഒരു ഫയർ സ്റ്റേഷൻ. പ്രദേശത്ത് തീപിടുത്തമുണ്ടായാൽ എല്ലാം കഴിഞ്ഞിട്ടാകും കിലോമീറ്ററുകൾ താണ്ടി കടയ്ക്കലിൽ നിന്നോ പുനലൂരിൽ നിന്നോ അഗ്നിശമന സേന എത്തുക. മാസങ്ങൾക്ക് മുൻപാണ് കുളത്തുപുഴയിലെ എണ്ണപ്പനത്തോട്ടത്തിൽ തീപിടുത്തമുണ്ടായത്. വലിയ തോതിൽ എണ്ണപ്പനകൾ കത്തിനശിച്ചു. എസ്റ്റേറ്റിന് വലിയ നഷ്ടമുണ്ടായി. വനത്താൽ ചുറ്റപ്പെട്ട മേഖലയിൽ നിരന്തരം തീപിടുത്തമുണ്ടാകും. എന്നാൽ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള സംവിധാനങ്ങളില്ലാത്തതിനാൽ ജനങ്ങൾ പൊറുതിമുട്ടുകയാണ്. പ്രദേശത്ത് ഫയർ സ്റ്റേഷൻ വേണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ പരിപാടികളടക്കം സംഘടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കടകൾ കത്തിനശിക്കുമ്പോൾ നമ്മൾ നോക്കി നിന്ന് കണ്ണീർ വാർക്കാൻ ഇനി നമുക്ക് മനസ്സില്ല എന്ന് പഞ്ചായത്തിന്റെ അധികൃതരോടും പഞ്ചായത്ത് ഭരണസമിതിയോടും കഴിവില്ലാത്ത ഭരണസമിതിയോടും ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ഇങ്ങനെ സംഭവം കുളത്തുപുഴ ഉണ്ടായാൽ അതിന് നിങ്ങൾ സാക്ഷ്യം വഹിക്കുന്ന കുളത്തുപുഴ ജനങ്ങൾ ഈ പഞ്ചായത്ത് ഓഫീസിന്റെ ധരണ ഇങ്ങനെ ആയിരിക്കില്ല. ഇതിലും വലിയ സംഘർഷം ഉണ്ടാക്കുന്ന രീതിയിൽ ഞങ്ങൾ പ്രവർത്തിക്കും. കാരണം ഞങ്ങൾ വെറും മണ്ടരായ മനുഷ്യരല്ല എന്ന് ഒന്നുകൂടി ഓർമ്മിക്കുക. കാലങ്ങളായുള്ള ജനങ്ങളുടെ ആവശ്യം രാഷ്ട്രീയക്കാരുടെ ഇടപെടൽ കാരണം നടപ്പിലാകുന്നില്ല എന്നാണ് പരാതി. മാറി മാറി വന്ന സർക്കാരിന് പലതവണ നിവേദനം നൽകി. 2017-18 കാലത്ത് ഫയർ സ്റ്റേഷനുള്ള നടപടിക്രമങ്ങൾ ഉണ്ടായെങ്കിലും പിന്നീടത് നടപ്പിലായില്ല. ഇനിയും നടപടി ഉണ്ടായില്ലെങ്കിൽ വേനൽക്കാലത്ത് വലിയ അപകടങ്ങൾ ഉണ്ടാകുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക. ന്യൂസ് മലയാളം, കൊല്ലം.